ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ E3370 എന്ന പ്രിൻ്റിൻ്റെ കാറ്റേജ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിൻ്ററിൽ കാറ്റേജിൻ്റെ ഇങ്ക് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്ലാക്ക് ഇങ്ക്, അതേപോലെ കളർ ഇങ്ക് എന്നുള്ള അവിടെ അതേപോലെ വാണിംഗ് മെസ്സേജുകൾ ഓൺ ആവുന്നതാണ്. ആ ഓറഞ്ച് കളർ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വാണിങ്ങും, അതേപോലെ ഫ്ലാഷിംഗ് ഇല്ലാതെ സ്റ്റഡി ആയി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കാറ്റേജ് ഇങ്കിൻ്റെ കാറ്റേജ് പറ്റ എംറ്റി ആയിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരിക്കലും പ്രിൻ്റർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. പ്രിൻ്റർ ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ, ഇവിടെ താഴത്തൊരു ചെറിയ നമ്മൾ ഫിംഗർ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആയി വരുന്നതാണ്. നമ്മുടെ കാരേജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയി വീണ്ടും ലെഫ്റ്റിൽ ഇവിടെ ഈ ഏകദേശം ഈ ഒരു മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിൽക്കും. അത് നിന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 കാറ്റേജ് ഇടാനുള്ള സ്ലോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നേരെ അതിൽ ഏതെങ്കിലും ഒരു കാറ്റേജ് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ പുതിയ വാങ്ങിയ കാറ്റേജിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓരോരോ സ്ലോട്ടിലും അത് ഏത് കാറ്റേജാണ് അവിടെ കൊടുക്കേണ്ടത്, കളറാണോ ബ്ലാക്ക് ആണോ ഏത് കാറ്റേജാണെന്നുള്ളത് കറക്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ബ്ലാക്കിൻ്റെ കാറ്റേജ് ഓപ്പൺ ചെയ്യുന്നു. പുതിയ കാറ്റേജ് ആകുമ്പോൾ അതിൽ ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ടാവും. ആ ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റ് അവിടെ മെൻഷൻ ചെയ്ത ആ കാരേജിൽ ആ കാറ്റേജ് സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ കാറ്റേജ് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. ഒന്നുകൂടി റിപ്പീറ്റ് ആയി കാണിച്ചു തരാം. നേരെ ആ സ്ലോട്ടിലോട്ട് വെക്കുന്നു. എന്നിട്ട് ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലോക്ക് ആവുന്നതാണ്. ലോക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. ആ ട്രൈ ചെയ്യുന്നതോട് കൂടി തന്നെ ലോക്കാവും. ഒരിക്കലും ലോക്ക് ആവാതെ ഡോർ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ കളർ കാറ്റേജ് ആണ് കഴിഞ്ഞതെങ്കിൽ പുതിയ കളർ കാറ്റേജ് എടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാതെ ഒരിക്കലും കാറ്റേജ് ലോഡ് ചെയ്യരുത്. എന്നിട്ട് നമ്മളെ കാണുന്ന കറക്റ്റ് കളർ കാറ്റേജിൻ്റെ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് വെക്കുന്നു. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടി തന്നെ ലോക്കാവും. അതിനുശേഷം ഈ ഡോറ് ക്ലോസ് ചെയ്യണം. ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്രീനിലേക്ക് നോക്കുക. ചെറിയൊരു ലോഡിങ് നടക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്റേജ് ഡിറ്റക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. ഡിറ്റക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോഡിങ് നടക്കും. കുറച്ച് നേരം ആ ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം 0 എന്നാണ് സ്ക്രീനിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പഴയ മോഡൽ പ്രിൻ്ററിലെല്ലാം പല കസ്റ്റമറും ഇങ്ക് പഴയ കാറ്റേജ് എടുത്ത് അതിൽ സ്ട്രെഞ്ചുമായി ഇങ്ക് ഫില്ല് ചെയ്താണ്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ മോഡൽ പ്രിൻ്ററിൽ അത് സാധിക്കത്തില്ല. ചിപ്പ് ഡിറ്റക്റ്റഡ് ആണ്. അപ്പോൾ ആ ചിപ്പ് ഇങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ള മെസ്സേജ് മാത്രമേ വരികയുള്ളൂ. അത് നിങ്ങൾ എത്ര റീഫില്ല് ചെയ്തിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് എന്തായാലും റീപ്ലേസ് ചെയ്യാതെ പ്രോപ്പറായി വർക്ക് ചെയ്യുകയില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാറ്റേജുകളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.